വെൽക്കം ബാക്ക് ക്രേസി ബ്ലോഗ്. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്രേസി ബ്ലോഗിൽ നമ്മൾ നേരത്തെ വീഡിയോ ഇടാനായിട്ട് നോക്കി, പക്ഷേ അത് കിട്ടിയില്ല. ഞാൻ മാക്സിമം അത് ഡൗൺലോഡ് ചെയ്തിടാം. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കായിരിക്കും ഞാൻ എന്തിൻ്റെ മണ്ടയ്ക്കാന്ന് കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ചാവും. ബാക്കിലോട്ട് ഇറങ്ങട്ടെ. ഞാൻ ഈ സെക്കൻഡ് വേഴ്സൺ ഒന്ന് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വേഴ്സണിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് സൂവിലോട്ട് നോക്കി, ചെറിയൊരു ലാഗിഷുണ്ട്. അതാണ് നമ്മളൊരു വീട്. നമ്മൾ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു ട്യൂട്ടോറിയലൊക്കെ നോക്കി നമ്മൾ ചെയ്തൊരു വീടാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങാം. എന്തായാലും മിക്കവാറും ഹെൽത്ത് പോകും. അപ്പോൾ നമുക്ക് അതിനുണ്ട് നമുക്ക് ഒന്ന് നമ്മളെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഹെൽത്ത് പോയി, 2 വയർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. റീസ്പോൺസ് പോയിന്റ് സെറ്റായെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമുക്കൊന്ന് സ്പീഡിൽ പോയിട്ട് കാണിച്ചാൽ ചെറിയൊരു ലാഗ് നമ്മൾ ആരായാലും ചീറ്റിങ് ആക്കിയത് ആൾക്കാരൊന്നും കാണില്ല. നമ്മൾ ചെറുതായിരുന്നു ക്രിയേറ്റീവ് ഇട്ടായിരുന്നു. ക്രിയേറ്റീവ് ഇട്ടിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഒപ്പിച്ച് തന്നെ. ഭയങ്കര ലാഗ്. നമ്മുടെ ഇവിടെ കുതിര ഇതുണ്ടായിരുന്നു. നമ്മൾ കുതിരയൊക്കെ ഇവിടെ ആയിരുന്നു. കുറേ റോക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ പുറത്തിറക്കുന്ന ലേറ്റർ ഉണ്ടാകും. അതിന് ഈ പറത്താൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് പറയുക. പിന്നെ നമ്മളെ വീടിൻ്റെ അകത്ത് ആർമർ സ്റ്റാൻഡ്, ഷെൽക്കർ ബോക്സിനൊക്കെ ചെയ്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഡയമണ്ട് ഇതിനകത്തുണ്ട്. അങ്ങനത്തെ സാധനങ്ങൾ ഇതായിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഇത് റെയിൽ, നമ്മളൊരു പാർക്ക് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ റെയിലാണിത്. പിന്നെ ഇത് 2 റെയിൽ. പിന്നെ നമ്മൾ ചോപ്പ് നോക്കുകയാണെങ്കിൽ അതിനകത്തുമില്ല. ഇതറിയാലോ, ആർക്കും അറിയാത്ത ആരും ഇല്ലായിരിക്കും. പിന്നെ ആർമർ സ്റ്റാൻഡ് ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തായാലും നോക്കട്ടെ. ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ക്രീപ്പർമാരുടെ തലയുണ്ട്. ഇട്ടിട്ട് വരാം. ഇതാണ്ട് എൻ്റെ ക്രീപ്പർ മാമൻ്റെ തല. അപ്പം നമ്മൾ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കാര്യം കാണിച്ചു തരാം. നമ്മൾ ഒരു എൻട്രൻ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. എൻട്രൻ ചെസ്റ്റിൻ്റെ അകത്ത് കുറേ ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വില്ലേജറിൻ്റെ ഇതാണ് നമ്മൾ ഈ കെട്ടിക്കൊണ്ടിരിക്കുന്ന. അത് പോയി അതും എൻട്രൻ ചെസ്റ്റിലോട്ടൊന്ന് എടുത്ത് വെക്കാം. ഇതാണ് പാണ്ടയുടെ സ്പോണിങ് എഗ്ഗ്. അത് നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മളിവിടെ സൂ കെട്ടാനായിട്ട് പോയാണ്. അപ്പം നമ്മളെ മറ്റുള്ള ഒരു ബേസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് റെയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കൂട് ഉണ്ട്. കൂട്ടാരാ ഇതിനകത്ത് ആരാണ് കയറിയിരിക്കുന്നത്? അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് റൈഡ് ചെയ്ത് പോയിട്ട് വരാം. ഉണ്ടോ നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത് പോക്കറ്റ് റെയിലാണ്. നമ്മൾ പണ്ടത്തെ ബേസ് ഉണ്ട്, അവിടെ പോകാനാണ്. പക്ഷെ നമ്മൾ അതിനുണ്ട് മലയുടെ മുമ്പത്തോട്ട്, അതായത് മലയുടെ പൊക്കത്തോട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ദൂരമുണ്ടെങ്കിൽ സ്പോണാണത് നിൽക്കുന്നത്. സോറി. അപ്പോൾ നമ്മളൊരു ബേസ് വീട് കെട്ടാനായിട്ട് നമ്മൾ നോക്കിയത്. അപ്പോഴത്തേക്കും നമുക്ക് ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടി. അതായത് എൻ്റെ അനിയൻ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ പണ്ടത്തെ ബേസ് വേണ്ട എന്തായാലും നമ്മൾ ഈ കുതിര എടുത്തൊരു ഹോസ് റൈഡ് ചെയ്തിടുക. നിങ്ങളൊക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഫാസ്റ്റ് എത്രയുണ്ട്. കുതിര റൈഡ് നമുക്കൊരു ഇതുണ്ട്. എന്താ പറയുക, ഏത് ഇത് അത് ഞാൻ പിന്നെ എപ്പോഴേക്കും നോക്കിയിട്ട് പോയേ. ഫാസ്റ്റ് ഉണ്ടോ? ഞാൻ ഇത്രയും നാൾ കുതിരയെന്ന് വെച്ചിട്ട് കാരണം എന്താ അറിയോ, ഇതുപോലെ നിൽക്കുന്ന ലാമയാണോ അത് ലാമേനെയാണ് ഞാൻ ഇത്രയും നാൾ കുതിരയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കിയായിരുന്നു. പറക്ക കുതിര ഇംഗ്ലീഷിൽ ഞാൻ പോയ പോലെ ക്രിയേറ്റീവിറ്റി കണ്ട് ഈ ഒരു ഇതുണ്ടാക്കും. ഇത് പറയുക പംകിങ് ഞാൻ തിരിച്ചുമ്പോൾ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. നമ്മളെ വില്ലേജിലോട്ട് നമ്മളെത്തും. ഈ താഴത്തെ ബാറ് അതിനകത്തുള്ള സാധനമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇതിലാണ് ഒരു ടച്ചിങ്ങോ എന്തോ എനിക്കറിയില്ല. എന്തായാലും ഹെൽത്ത് ഒന്നുമില്ല. നമ്മളിവിടെ കുറച്ച് ആണേന്ന് എൻ്റെ ഒരു കുതിര ഇവനാരും അഴിച്ചു വിട്ടെ. അയ്യോ പോയിട്ട് നോക്കാം. പോയിട്ട് അവിടുന്ന് ഒരു പെൻസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഴിച്ചില്ല. അവിടെ 2 കുതിരയുണ്ട്, 2-3 കുതിരയുണ്ട്. ഞാൻ വീട്ടിലുണ്ട്.
നമ്മൾ ലെവലുണ്ടല്ലോ, ലെവലിൻ്റെ അവിടെ അങ്ങനെ ചാടുന്ന സംഭവം കാണുന്നത്. അപ്പോൾ വീട് കാണുന്നില്ല. നമ്മൾ അവിടെ വില്ലേജർ ഒന്ന് പോകാതെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. ചെറിയൊരു പിന്നുണ്ടെന്ന് തോന്നുന്നു. ആ പിന്ന് കുഴിയല്ലേ അത്, കുഴിയല്ല. അയ്യോ രാകേഷ് നമുക്കല്ലേ ചെറിയൊരു കളിയാണ് സാർ. ഇങ്ങനെയാണ് ലാഗ് മാറ്റുന്നത്. അയ്യോ ഇവിടെ ആയിരുന്നു. ഇങ്ങനെയാണ് ലാഗ് മാറ്റുന്നത്. വേണ്ടാ വലിയ ആരും ഇല്ല. എനിക്ക് ഉണ്ട്. ഓ രാകേഷ് നിൽക്ക് ഗൈസ്, ഞാൻ നെറ്റ് ഓണാകാൻ നോക്കട്ടെ. ഗൈസ് നെറ്റൊന്നും ഓണല്ല. വേണ്ടാ നെറ്റൊന്നും, നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. നമ്മളെ മറ്റേ കുതിര, അതായത് എൻ്റെ ഫസ്റ്റ് കുതിരയുണ്ട്. ഇതൊക്കെ മുടക്കുന്നതിനൊരു ഇത് വേണ്ട. അയ്യോ ഭയങ്കര ലാഗാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല, അത് പിന്നെ സാധനങ്ങളുണ്ടല്ലോ, ഈ റിവ്യൂ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതാണിത്. ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു. നിറച്ചയാളാണ്, നിറച്ചൊന്നുമില്ല, അത്യാവശ്യത്തിന് മാത്രമുണ്ട്. അത്രയ്ക്ക് വേണമുണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലോടൊന്ന് തിരിച്ചു പോകാം ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ വീടിപ്പോൾ ഒരു നമ്മളെ പാണ്ടട ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുക ഗൈസ്. നമ്മുടെ കുതിരയാണ് നമ്മൾ വീടിൻ്റെ അകത്തോട്ടൊന്നുമില്ല. ഒരു സ്ഥലം ഗൈസ്. ഇപ്പം എൻ്റെ ഹെൽത്ത് പോകുന്നതാണ്. ഇവിടെ ഒരാളുണ്ട് ഗൈസ്, കണ്ടോ? ഇതാണ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ തുറന്നിട്ടേക്കല്ലോ, ബ്ലോക്ക് ഉണ്ട്. ഇങ്ങനെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇറങ്ങിപ്പോവാം. ആ വീട് വഴി നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. കണ്ടോ, അകത്തൊരു ഫർണിച്ചർ അങ്ങനത്തെ സാധനം ഒന്നുമില്ല. ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ കിട്ടുകൂല ഗൈസ്. ഇതെന്താണെന്നറിയാം. പിന്നെ നമ്മൾ ഈ തത്തയുടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പണിഞ്ഞുകൊണ്ട് വരുന്ന സൂ ആണ് ഗൈസ്. സൂ നമ്മൾ തത്തയുടെ ഇത് പണിഞ്ഞിട്ടുണ്ട്. ഇതല്ലോ ഈറ്റെല്ലാം അവർക്ക് ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്കപ്പോൾ ഇത് പണിയാം. നമുക്കത് പണിയുന്നതിന് ശേഷം കാണാം ഗൈസ്. നമ്മൾ പാണ്ടയുടെ അത് ബാക്കിലത്തെ ഭാഗം അത്രയും പണിയുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ ഇത് പണിയാനുള്ളത് ഗൈസ്. അപ്പം നമുക്കൊന്ന് പാണ്ടേനെ ഒന്ന് സ്പോൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആ പാണ്ടയുടെ കണ്ണ് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ചുമ്മാ തുടങ്ങട്ടെ. അയ്യോ നമുക്ക് കാണാൻ പോയല്ലേ. തുടങ്ങാൻ ആ ഇത് കിട്ടി. അപ്പം നല്ല പിരികം വെച്ച പാണ്ട ഗൈസ്. അങ്ങനെയാണ് കേട്ടോ കണ്ണ്. അപ്പം നമുക്ക് കണ്ണ് പണിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ കണ്ണ് പണിയാൻ നമുക്കിടയിൽ കണ്ണ് പണിയാൻ പറ്റുന്നില്ല. കണ്ണിനിപ്പോൾ വേണ്ട. നമുക്കിപ്പോൾ തക്കാലത്ത് ഗ്ലാസ് എടുക്കാം. എൻ്റെ എൻട്രി ചെസ്റ്റ് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. നമുക്ക് ഉണ്ട് ഗൈസ്. എൻട്രി ചെസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ എൻട്രി ചെസ്റ്റ് ഇവിടെ ഇട്ടൊക്കെ എന്താ പറയുക, അതിനകത്തുണ്ട് സാധനങ്ങളല്ല. നമ്മൾ അങ്ങ് വെച്ചില്ലേ, അതാണ് ഇതെല്ലാം. നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു. ഓ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മാത്രം കണ്ട ലാഗ് ഗൈസ്. നമ്മളത് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഇത് മണ്ടയ്ക്കോട്ടൊക്കെ ചെറുതായി ചെയ്ത് ഇഷ്ടപ്പെടുന്നില്ല ലാഗ്. ഇതിൻ്റെ പൊന്നെണ്ണൊന്ന് മാറിയാണ്. ഇനി എൻ്റെ പത്ത് തിരുന്ന അവിടെ കിടന്നു ദിവസത്തിന് വേണ്ട ഒന്നുമില്ല. നമുക്കപ്പോൾ ഇതൊന്ന് കറക്റ്റാക്കിയിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയും മതി എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ എനിക്ക് അതിലും നല്ലതായിരിക്കും. നിങ്ങളിഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം. ഇവിടെ ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓഫ്ലൈനായിട്ട് ചിലപ്പം ചെയ്യുന്നതായിരിക്കും. അപ്പം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണിക്കുന്ന ഞാൻ എഡിറ്റർ ഇട്ടിട്ട് കാണിക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം കാണിക്കാം. പിന്നെ നമ്മൾ വീഡിയോ ഞാൻ കാണിച്ചില്ലല്ലോ, ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മളെ വീട് ഇതാണ്. അപ്പം ഈ വീട് എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീടിൻ്റെ മണ്ടയ്ക്ക് കാർപ്പറ്റ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയൊരു ഊട്ടുണ്ട്, അത് നമ്മൾ ഒരു സാധനം ചെയ്തതിൻ്റെയാണ്. നമ്മൾ എഡിറ്റർ കിട്ടിയപ്പോഴേ ചെറിയൊരു ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു, അതിൻ്റെയാണ് ഗൈസ്. ചുറ്റും ഞാനൊന്ന് കറങ്ങി കാണിക്കാം. അതുകൊണ്ട് ഇങ്ങനെയാണ് ഗൈസ് നമ്മളെ വീട്. തത്തയെല്ലാം ഉണ്ട് ഇവിടെ. എന്താ അറിയുമോ, ഞാൻ തത്തേനാണ് സ്പോണാക്കിയായിരുന്നു. അത് നെതർ പോർട്ടിലുണ്ട് ഗൈസ്. നെതറിലോട്ട് പോകുന്ന വീഡിയോ ഞാൻ അടുത്ത വട്ടം എല്ലാം കാണിക്കാം. നമ്മളെ മറ്റേ ഇല്ല എല്ലാം അവിടെ ഒന്ന് പോയിട്ടില്ല, നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ടില്ല ഗൈസ്. ഇവിടെ നിന്നാൽ മതി. അതൊരു ക്ലിക്ക് ചെയ്ത് അയ്യോ അത് പോയി ക്രിയേറ്റീവ് കിട്ടൂല. ഷടാ, നമുക്ക് റെയിലെടുക്കാം ഗൈസ്. അപ്പം നമ്മളതിൽ റെയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ തപ്പിയെടുത്തതാണ് റൈറ്റ്. ഓക്കെ,
നിങ്ങൾക്ക് ഗൈസ് ഞാൻ സെക്കൻഡ് വേഴ്സൺ നല്ല ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ സെക്കൻഡ് വേഴ്സൺ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അയ്യോ ഗ്രാവിലായി കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഫുള്ള് പവർ റൈഡാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രസമുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി തിരിച്ച് നിന്നിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിനി അവിടെ ചെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് നമുക്ക് അവസാനിപ്പിക്കാം ഗൈസ്. നമുക്ക് ചെറിയൊരു പാർക്കിൻ്റെ പ്ലാനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം പാർക്ക് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ എണീറ്റിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ സെക്കൻഡ് ദിവസം കിട്ടൊന്ന് പറക്കാം ഗൈസ്. എൻ്റെ ഓ, നമ്മൾ ആ സൈഡിലെ ആളെ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ കാണാൻ പണ്ടേ കൊള്ളല്ലേ. ആ ഗൈസ്, കാര്യം കാണിക്കാൻ വന്നുപോയി. നമ്മൾ ഈ നെതർ പോർട്ടൽ നടക്കുന്നതിന് മുമ്പ് ഒരാൾ പറ്റിച്ച് ഞാൻ കാണിച്ചു തരുന്നത് നോക്കണേ. നമ്മളീ പറക്കുന്ന ഇങ്ങനെയാണോ സേഫായിട്ട് ഗൈസ്? ഇതിനകത്തൊന്നുമില്ല, ചമ്മിപ്പോയി. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മളെ ബേസിൽ വെച്ച് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ബേസിലോട്ട് ലാൻഡ് ആകുക അല്ലെങ്കിൽ നമുക്ക് പാണ്ടയുടെ മണ്ടയ്ക്ക് തന്നെ അവസാനിപ്പിക്കാം. ഇവിടെ പണ്ട ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തൊക്കെ വേണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അത്രമാത്രം. നമുക്ക് നേരെ വീഡിയോ അവസാനിപ്പിക്കാം. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊന്നും മറക്കില്ലല്ലോ അല്ലേ? ശരി ഗൈസ്.